അല്ലെങ്കിൽ ഈ പണിക്ക് പോവാതെ നിങ്ങൾ എന്താ കണ്ടിക്കണത്? എങ്ങനെ ജീവിക്കാന്ന് നിങ്ങൾ ഈ പറയണത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. കുറച്ചും കൂടി കഴിയട്ടെ, എന്നിട്ട് ഞാൻ പോയിക്കോണ്ട്. ഈ കുറച്ചും കൂടി കേട്ടിട്ട് കേട്ട് കേട്ട് ഞാൻ മടുത്ത്. നിങ്ങളെ പെരേന്ന് നമ്മൾ രണ്ടാളെ ഇറക്കി വിട്ട എന്തുകൊണ്ടാണ്? നിങ്ങൾ പണിക്ക് പോവാത്ത ഒരൊറ്റ കാരനാണ്. നിങ്ങൾ അമ്മാക്കും ഉപ്പാക്കും നിങ്ങൾക്ക് ചെലവിന് തന്ന് മടുത്തിട്ടാണ്. ഇനി ഇവിടെ വന്നിട്ട് എന്റെ അമ്മയെ ആരാടെ പെരയില് പാത്രം പോകുന്ന ഈ ഒരു പൈസ ആയിട്ട് ജീവിക്കാന്ന് നിങ്ങൾ വിചാരിച്ചത്? മര്യാദ നിങ്ങൾ പണിക്ക് പോവാ നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ പിന്നാലെ ജീവിക്കണ്ട. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുള്ളൂ. നിങ്ങളോട് ഒന്നും ഉണ്ടാൻ പറ്റൂല. അപ്പോഴും മൂങ്ങടെ പോലെ അങ്ങനെ ഇരിക്കുള്ളൂ ചെയ്യാ. ഈ പണിക്ക് പോവാതെ എങ്ങനെ തിന്നാൻ നിങ്ങൾ കണ്ടിക്കണത്? ഭാഗ്യണ്ട് നിങ്ങളതിൽ ഒരു കുട്ടിയും കൂടി ഇല്ലാത്ത, അല്ലെങ്കിൽ അതും പട്ടിണി കിടന്ന് ചത്തീനിപ്പോ. ഒന്നും പറയുന്നില്ല. ഈ പെണ്ണ് നേരം വെളുത്താൻ തുടങ്ങി ഓനേറ്റ് തിരക്കൂടല്. എത്ര പറഞ്ഞാലും കേൾക്കൂല. പണിക്കും പോലും ആകെ ഇടങ്ങറായി ഇയാളെ കൊണ്ട്. ഞാൻ ഒച്ചമുലി ഉണ്ടാക്കല് പിന്നെ ഞാൻ പറയാതിരിക്കോ? ഈ പണിക്ക് പോവാതെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആര് ചെലവ് ഉറപ്പിച്ചിട്ടാ? ഓൻ പണിക്ക് പോണില്ലെങ്കിൽ പോവണ്ട. ഇത് ഞാൻ നാലാളെങ്ങനെ അറിയിച്ചല്ലേതും. നാല് പുറത്ത് ആൾക്കാരുള്ള ചിന്ത ഒന്നും നടക്കില്ല. ആ അപ്പൊ നിങ്ങളും എനിക്ക് സപ്പോർട്ടാണ് അല്ലെ? നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്ന് പണിക്ക് പോവായിട്ടാണ് ഓല പെരേന്ന് വരെ ഞങ്ങൾ തച്ചിറക്കിയത്. എന്നിട്ടും അതൊന്നും ചിന്തിക്കാതെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ അടട്ടിരിക്കുക. ഞാൻ ഓനക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നില്ല. ഇനിയിപ്പൊ അത് പറഞ്ഞോ, നാല് പുറത്ത് ആൾക്കാരുണ്ട്, ഓലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ മോശമാണ്. ഓൻ പണിക്ക് പോണില്ലെങ്കിൽ പോണ്ട, അനക്ക് എന്തെങ്കിലും നോക്കിക്കൂടെ പറഞ്ഞത്. ഒരാൾ മാത്രം പണിക്ക് പോയാൽ മാത്രം പോരാ, രണ്ടാള് നോക്കിയാൽ തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഓനക്ക് വയ്യാന്നുണ്ടെങ്കിൽ ഇച്ച് പോണം. അങ്ങനെ തന്നെയാണ്. ഞാൻ പോണില്ല ഓരോരോ പെരയില് പണിയെടുക്കാനൊക്കെ. പൊന്നാറ് സാഹചര്യം ഒന്നും ഉണ്ടാതിരിക്കും. തിരക്കും കൂടണ്ട. അവൻ പോണില്ലെങ്കിൽ പോകണ്ട. ഞാനൊന്നും പറയുന്നില്ല. അമ്മാനും കൊള്ളാം, മരുവനും കൊള്ളാം. താ ചെയ്യൂ. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പെണ്ണ് ഇങ്ങനെ കുക്കിയിരിക്കും. എന്നാ നാല് പുറത്ത് ആൾക്കാരുണ്ടല്ലോ, ആൾക്കാരെന്താ വിചാരിക്ക? അങ്ങനത്തെ ചിന്ത ഒന്നും ഓർക്കില്ല. പറയുന്നില്ലേ ഞാൻ. പെണ്ണ് എന്ത് സ്വഭാവക്കാരൻ പെണ്ണിൻ്റെത്. പിന്നെ ഇത് ചോറുന്നാണെന്നുണ്ടെങ്കിൽ ആ പൊരിച്ച മീൻ എടുക്കണ്ടട്ടാ. എന്തൊക്കെ തിന്നൊന്നും വേണ്ടേ മീനൊന്നും. ഇത് എന്റെ മാപ്പിളല്ലേ, ഓൻ ഇവിടെ വന്ന് നിക്കുമ്പോ ഞാൻ തന്നെയല്ലേ നോക്കേണ്ടതൊക്കെ. ഓനക്കൊന്നും കൊടുക്കാതിരിക്കുക. ഓന്റെ പെരേന്ന് ഓനെ ഇറക്കി വിട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ? എന്റെ മാപ്പിളല്ലേ അത്? അത് ഇന്റെ മകളെ മാപ്പിള. അപ്പൊ ഇക്ക് നോക്കന്നെ വേണം. ഞാൻ മീൻ എടുക്കണ്ട. ഇക്ക് വേണ്ട ചോറ് അതും കൂടി അത് കൊടുത്താളിങ്ങള്. അതൊന്നും അറിയട്ടെ. ഈ പെണ്ണിനോട് ഒന്നും പറയാൻ പറ്റൂല. തിന്നണ്ട, ഓൻ കൊടുക്കാതെ ഇപ്പൊ എന്തത്തെ മനുഷ്യന്മാര് തിന്നിട്ട് എന്നിട്ട് ഓന അത് മനസ്സിൽ വെച്ചങ്ങാണ്ട് നടക്കാൻ. ഇയാൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞു എന്താ ഞാൻ ചെയ്യ? പണിക്കും പോവില്ല. ആൾക്കാര് കണ്ട മോശല്ലേ ഭാര്യ വീട്ടിൽ ഇങ്ങനെ വന്ന് നിക്കണത്. അപ്പൊ പറഞ്ഞിട്ട് എന്റെ അമ്മാക്കും മനസ്സിലാവില്ല, ഓർക്കും മനസ്സിലാവില്ല. രക്ഷക്കൊന്നും വെച്ചോട്ടെ. എന്തെങ്കിലും ഒരു മാർഗത്തിൽ ഇക്കെങ്കിലും ഒരു ജോലി കിട്ടും. ഹലോ ജംഷിയെ, എവിടെടി? ആ ഇടി ഒന്നും പറയണ്ടടി. ജോലി ഇല്ലാത്തതിന്റെ പ്രശ്നം അനക്കറിയില്ലേ? കെട്ടിച്ച പെരേന്നോ ഇവിടെ ആട്ടിന്റെ മാപ്പിള പണിക്കോ വായിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇതന്നെ അവസ്ഥ. ഒരു പണിക്കും പോണില്ല. എന്ത് ചെയ്യുന്നു? അല്ലിട്ട് ഞമ്മ അന്ന് എഴുതി കൊടുത്തില്ല രണ്ടാളും? അതിന്റെ വല്ല അഡ്രസ്സും ഉണ്ടോ? പോസ്റ്റ് ഓഫീസിലോ? എന്നിട്ട് എന്തൊക്കെ വിളിക്കാത്ത? ആ എന്റെ നമ്പർ എന്നിട്ട് പൊട്ടത് ഇതുവരെ ആയിട്ട് എന്നോട് പറഞ്ഞിട്ടില്ലേ. എന്നാ വന്ന്? ഒരാഴ്ചയെ? ആ ആ ഇന്നെ ഇപ്പൊ പോയോക്കണം. ഈ എഴുതി കൊടുത്തോ? ആ എന്നാ ഇന്റർവ്യൂ? ആ നമുക്ക് രണ്ടാക്കും കൂടി ഒരുമിച്ച് പോവാം. അന്ന് എന്തായാലും ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വാങ്ങിക്കൊല്ലട്ടെ. നീ ഉണ്ടോ? ആ ഒറ്റക്ക് പോണ്ടേ.
ആദ്യം ആയിക്കോട്ടെ. എന്തായാലും നിന്റെ പോങ്ങം മാപ്പിള ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോഴേ ഇരിക്കെങ്കിലും എന്തിനേലും പോണ്ടേ. അങ്ങനെ ഒഴിവാക്കാനും പറ്റാത്ത അവസ്ഥ ആയി പോയത്. പോയില്ല, തലയിലായില്ല ഇയാള്. ആടി, എന്നാ ശരി. ഇന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങട്ടെ. ഉച്ചവരെല്ലാം ഉണ്ടാവുള്ളൂ പോസ്റ്റ് ഓഫീസ്. ആ ശരി ശരി. ആടി, ഞാൻ വിളിക്കാം. എന്തായാലും പോയി നോക്കട്ടെ. ഇമ്മ, ഉമ്മ എന്തേ? ആ പിന്നെ ഞാൻ അന്ന് ജംഷിയുടെ കൂടെ എഴുതി കൊടുത്തിരുന്നില്ല ഒരു ജോലിക്ക്. അത് ഏകദേശം ഒക്കെ റെഡി ആയിക്കണ്. അപ്പൊ പോസ്റ്റ് ഓഫീസിലുണ്ട് അത്ര അതിന്റെ പേപ്പർ വന്ന് എടുക്കണം. അത് ഞാൻ വാങ്ങിട്ട് വേഗം വരാം. ആ, എന്തായാലും നന്നായി ഉള്ളു. അനക്കെങ്കിലും ജോലി കിട്ടിയല്ലോ. ഓനക്ക് ജോലി ഇല്ലാച്ചിട്ട് ഇനിയിപ്പൊ ആ ഒരു പ്രശ്നം ഇല്ലല്ലോ. ഓൻ പെരേല് ഇരുന്നോട്ടെ. ഇജ്ജ് ജോലിക്ക് പോകുമ്പോ ഞാൻ എന്തേലുമൊക്കെ വെച്ചുണ്ടാക്കി കൊടുത്തോണ്ട് ഓനക്ക്. ഓന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോണ്ട്. ഇജ്ജ് പോയിങ്ങാണ്ട് ആ പോസ്റ്റ് ഓഫീസിൽ പോയിട്ടാണ്ട് മേടിച്ചിട്ട് ഇങ്ങട് വായോ. ചിലർക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ മുങ്ങിയാൽ മതിയല്ലോ, വേറെ ഒന്നും അറിയണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങണ്ടേ. ഞാൻ പോവാ. ഒന്ന് പറഞ്ഞിട്ട് പോയിക്കോൾടി. പിന്നെ ഓലോട് പറയായിട്ടാ. എന്നെ കൊണ്ടൊന്നും കൂടുതൽ പറയിപ്പിക്കണ്ട. ഞാൻ പോയി. ഈ വാതിലിട്ട് അടച്ചോളം ഉണ്ടോ? ആ, ഞാൻ അടച്ചോളാം. ഇജ്ജ് പോയിക്കോ. ആ, ഈ കെടുക്കുക. ഓള് പോസ്റ്റ് ഓഫീസൊക്കെ പോയിക്കണ്. എന്താ ജോലിന്റെ കാര്യൊക്കെ ശരിയായിക്കണ അത്ര. അപ്പൊ എന്തോ ലെറ്ററൊക്കെ വന്നിക്കണ്. അത് വാങ്ങി കൊണ്ടാൻ വേണ്ടി പോയിക്കണ്. എന്നോട് പറഞ്ഞിട്ട് പോവാൻ ഞാൻ പറഞ്ഞോളൂ, കേട്ടില്ല. അല്ലെങ്കിൽ ഓളെന്നാ എന്നോട് പറച്ചിലുള്ളത്? എന്താ കാട്ട്, ഇന്നെ പോലെ അല്ല ഓള്. ഓക്ക് കുറച്ച് തണ്ട് കൂടുതലാണ്. ഇക്ക എന്നോട് ഒരു കാര്യം പറയാനുള്ളതേ, ഇത് നിങ്ങളെന്നൊന്നും വിളിക്കരുത് കേട്ടോ. അപ്പൊ എന്തോ ഒരു മാറ്റം പോലെ തോന്നുന്നു നമ്മള് തമ്മില്. ഇക്ക ഇഷ്ടല്ലാന്നുള്ളത് അനക്കറിയണല്ലേ. ആ, അങ്ങനെ വിളിക്കാന്നാ. ഇവിടെ വന്നിരിക്ക്, കുറച്ച് സംസാരിക്കാം. വേണ്ട, അടുക്കളയില് കുറെ പണികളുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒന്നും വെച്ചുണ്ടാക്കാൻ പറ്റൂല. അതൊക്കെ പിന്നെയും ചെയ്യാം. ഓളിപ്പോ എന്തായാലും പോയതല്ലേ. ഇവിടെ വന്നിരിക്ക്, കുറച്ചേരം സംസാരിക്കുക. അനക്ക് എന്തെങ്കിലും ഒരു പണിക്ക് പോയിക്കൂടെ? എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പോയാൽ മതി ഓളെ ബോധിപ്പിക്കാൻ വേണ്ടിട്ട്. ഈ പേരന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓൾക്ക് എന്നോട് ദേഷ്യം. ഇക്കാണെങ്കിൽ നല്ലപോലെ എന്നോട് വർത്താനം പറയാനും കൂടി പറ്റണില്ല ഓള് കാരണം. ഓൾക്കെങ്കിലും ഒരു പണി കിട്ടിയാൽ മതിയേന്ന് ഞാൻ പടച്ചോനോട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ അത് ശരിയായിക്കുന്നു. ഞാൻ പണിക്ക് പോയാൽ എങ്ങനെ അന്നെ കാണുക? ഇക്ക അന്നെ കാണണ്ടേ? അതൊക്കെ അറിയാലോ. ഇന്നെ കാണാൻ വേണ്ടിട്ട് തന്നെയാണ് ഇവിടെ നിക്കണെന്നുള്ളത്. ഓൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നു. അവക്ക് അതാണ് പേടി. സ്വന്തം മരുവനോട് ഒരമ്മായിമ്മക്ക് പ്രേമം എന്നൊക്കെ പറയുമ്പോ ഓള് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി എന്താവും എന്നുള്ളത് ആലോചിച്ചിട്ടാ. ഒന്നും ആലോചിക്കണ്ട. ഓളറിഞ്ഞാപ്പ എന്താ, ഞാൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാന് ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മീൻ ആകെ 2 കഷ്ണം ഉണ്ടായിട്ടുള്ളു. അപ്പൊ ഓളോട് ഞാൻ പറഞ്ഞിച്ച് എടുക്കണ്ടാന്ന്. അണക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനത്. അത് ഞാൻ വളമ്പി കൊടുന്നേരാം. ആ, നാട്ടുകാരൊന്നും അറിയാതെ ഇങ്ങനെ അത് പോയി കിട്ടിയാ മതിയായിന്ന്. ഓളറിഞ്ഞാലോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ എനിക്ക്. ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ലല്ലോ. ഇനി ഓള് പണിക്ക് പോവും. അപ്പൊ പിന്നെ സുഖാണല്ലോ. നമുക്ക് വർത്താനം പറയാനൊക്കെ സമയം കിട്ടും. ഓൾ ഇവിടുന്ന് ഇങ്ങടെ ഇറങ്ങിയിട്ടുള്ളു. അപ്പോത്തിന് നിന്റെ ഫോണിക്ക് ഇങ്ങനെ അടിക്കണ്. എടുക്കാണ്ടപ്പൊ വെറുതെ വിളിക്കേക്കാരം. അവിടെ എത്തിയെന്ന് പറയാൻ വേണ്ടി വിളിക്കേക്കാരം. ഇമ്മ ഈ വാതില് കുത്തിയിട്ടിട്ടില്ലേ? അതിനോട് വറക്കാൻ പറഞ്ഞാലോ. ആ പേപ്പർ എടുക്കാനാണെങ്കിൽ പറ്റം പറഞ്ഞു. പകുതി എത്തിയിട്ടാണ് ഓർമ്മ. അതിന്റെ ഉള്ളിലില്ല. ഇക്ക, 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 വാതിൽ തുറക്ക്. അല്ലോ, ഓള് തങ്ങടെ തന്നെ വന്നിക്കണ്. ഓൾ എന്തിനാണാവോ ഇങ്ങോട്ട് തന്നെ വന്നിക്കണത്? അച്ഛനെ വാതിൽ മുട്ടും. ഇക്ക, ഒന്ന് തുറക്കുണ്ട് വാതില്.
എന്ത് ഇയാൾ ഇതിനുള്ളിൽ കാട്ടണേ? തുറക്കേ. ആ വാതില് തുറന്നു കൊടുക്ക്. ഞാൻ വാതിൽ തുറക്കൊക്കെ പേടിയാണ്. ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഓളെ എങ്ങനെ ആയാലും പിടിക്കും. ഇജ്ജ് പോയി വാതിൽ തുറന്നു കൊടുക്കുക, അപ്പൊ വരുന്നത് നോക്കാം. നിങ്ങളെന്താ ഇതിന്റെ ഉള്ളില്? ഞാൻ ഓനക്ക് എന്തേലും തിന്നാണോ ചോദിക്കാൻ വേണ്ടി വന്നതാ. വാതിലടച്ചിരുന്നിട്ടോ? മോളെ ഉമ്മ ഒന്ന് പറയട്ടെടി. നിർത്തിക്കാളാ, മതി. ഇനി കൂടുതലൊന്നും എന്റെ ഉമ്മാന്റെ തൊള്ളേന്ന് കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് നോണ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഒരു മരം കിടക്കണ റൂമില് അമ്മായിമ്മ വാതിലടച്ചിരുന്നിട്ടുണ്ടെങ്കില് അതിന് എന്താർത്ഥം ഞാൻ വിചാരിക്കേണ്ടത്? അത് നിങ്ങൾ പറഞ്ഞേരി. ഇതിന്റെ ഉള്ളിൽ പണിക്ക് പോവാതെ ഇന്ന പണിക്ക് പറഞ്ഞേക്ക. എന്നാ പിന്നെ രണ്ടാൾക്ക് സുഖല്ലേ, ഇന്റെ ശല്യം ഉണ്ടാവൂല്ല. എന്നാ ഞാൻ പണിയെടുത്തോണ്ടിട്ട് 4 നേരം തിന്നും ചെയ്യാ. എന്നോടന്നെ വാണ്ടീന്നമ്മ. പറ്റിപ്പോയടി മോളെ. ഉമ്മാന്റെ അടുത്ത് നിന്ന് ഒന്നും ഉണ്ടാവൂല. അറിയാതെ വെറുതല്ലമ്മ ഇപ്പൊ നിങ്ങളെ ഇട്ടെറിഞ്ഞു പോയത്. ഇതൊക്കെ തന്നെയല്ലേ നിങ്ങളെ സ്വഭാവം? സ്വന്തം പെറ്റമ്മ മകളോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ക്രൂരത നിങ്ങൾ എന്നോട് ചെയ്യണത്. എടോ, തന്നക്ക് നല്ല ഇഷ്ടേനോടോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് തനിക്ക് പണിക്ക് പോവാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊയ്ക്കോളാന്ന്. അപ്പോഴും ഞാൻ നിങ്ങളെ ഒഴിവാക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പൊ നിനക്ക് എന്റെ ഉമ്മാനോട് ഉള്ളത് ഇഷ്ടാണോ അത് വേറെന്തെങ്കിലോ? എന്തായാലും രണ്ടാളും നല്ലപോലെ ജീവിക്കേ. ഞാൻ ഇവിടുന്ന് എവിടേക്കെങ്കിലും പൊയ്ക്കോളാം. ഇനിയിപ്പൊ എന്റെ ആവശ്യമില്ലല്ലോ. മരുവൻ എന്തായാലും പെരേന്നെ അടിച്ചാട്ടിയായല്ലേ. ഇനിയിപ്പൊ ഇവിടെ നിന്നിട്ട് കുഴപ്പമില്ലല്ലോ. ഞാൻ പോവാ. ഇനി മേലില് മോളെന്ന് വിളിച്ചിട്ട് ഇന്റെ അടുത്തേക്ക് വരരുത്. ഇങ്ങനെ ഒരു മകൾ നിങ്ങൾക്ക് ഇല്ല എന്നാണ് വിചാരിച്ചോണ്ടു. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഉമ്മയില്ല. മോളെ പോവല്ലേ ഏടി? ഓള് പോയി. ഞാൻ പറഞ്ഞില്ല, ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കി ആകെ പ്രശ്നക്കാരെന്ന്. അപ്പൊ എന്റെ കൂടെ നിന്നോളാന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാതിരിക്ക. എന്റെ കുട്ടിനെ എവിടക്ക പോവുക? ഓളെ എടുക്കാച്ച പോയിക്കോട്ടെ, നിങ്ങൾ സങ്കടപ്പെടുന്നു വേണ്ടെങ്കിൽ ഞാൻ ഇല്ലേ. പിന്നെ കോള വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിട്ടുമില്ല. എന്നാലും